ഈ വിശപ്പിൻ്റെ വിളിയാളുണ്ടല്ലോ ഒരു 5 മണി പുലർച്ചെ ആകുമ്പോഴത്തേക്ക് എനിക്കും എൻ്റെ കെട്ടിയവനും ഒരേ സമയത്ത് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പോകുന്ന ഒരു അടിപൊളി ഫുഡ് സ്പോട്ട് ഇന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ഫസ്റ്റ് തന്നെ പോകുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് നല്ല വിശപ്പുണ്ടായിരുന്നു നമുക്ക് രണ്ടുപേർക്കും. അപ്പോൾ ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ നമ്മൾ 2-3 സ്ഥലത്ത് ഒരു 6 മണി 6:30 ആ ഒരു ടൈമിൽ ഹോട്ടലും തപ്പി ഇറങ്ങിയതാണ് നമ്മളെ നാട്ടിൽ. പക്ഷെ എവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റ് 2-3 ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് നമ്മളിതാ ഈ ഒരു ഫുഡ് സ്പോട്ടിൽ എത്തുന്നത്. ഈ ഒരു ദിവസം മുതൽ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന ദിവസം വരെ ഉണ്ടല്ലോ നമ്മൾ അവിടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് പറയില്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്നൊന്നും കിട്ടായിട്ടാണ് നിങ്ങൾ ദിവസം ഇവിടെ വന്നിട്ട് കഴിക്കുന്നതെന്ന് അവർ വിചാരിക്കും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ രാവിലെ നല്ല ചൂടോട് പഴംപൊരി, അതേപോലെ തന്നെ വട, ദോശ, നെയ്പ്പത്തിൽ ഇതെല്ലാം കിട്ടുന്ന അടിപൊളി ഫുഡ് സ്പോട്ട് തന്നെയാണ്. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലടാ, സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം അത്രയ്ക്ക് അടിപൊളി ഫുഡാണ് ഇവിടുത്തത്. നല്ല ചൂട് നെയ്പ്പത്തിൻ്റെ അപ്പുറം ഈ ഒരു എഗ് റോസ്റ്റ് എല്ലാം ഇട്ട് കഴിക്കുമ്പോൾ ഇല്ലേ നല്ല ടേസ്റ്റാണ്. ആൻഡ് ഇതാ ഈ ഒരു ദോശ ഈ ഒരു ചട്നിയിലും സാമ്പാറിലും ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കുമ്പോൾ എൻ്റെ മക്കളെ വേറെ ലെവലാണ്. നിങ്ങൾ കണ്ണൂർക്കാരാണെങ്കിലേ ഈ ഒരു ലൊക്കേഷനെ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഒരു ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കാവൻമൂല അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു കനാൽ റോഡുണ്ട്. അതിലൂടെ വരുമ്പോൾ റൈറ്റ് സൈഡായിട്ട് ബ്രദേഴ്സ് ഹോട്ടൽ എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് വരുന്നത്. നിങ്ങൾക്കും ഇതേപോലെ തന്നെ രാവിലെയുള്ള വിശപ്പിൻ്റെ വിളിയാളെല്ലാം വരുന്നവരാണെങ്കിൽ ഈ ഒരു സ്പോട്ട് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നതാണ്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫുഡ് സ്പോട്ട് കാണിച്ചു തരുന്നു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് രണ്ടാൾക്കും ഇവിടുത്തെ ഫുഡ് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഒരു 6:30 7 o'clock ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ഫുഡ് നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും. ഇത്രയും ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടെങ്കിലോ എൻ്റെ മോനിക്ക് ഇതാ ഈ ഒരൊറ്റ സാധനത്തിൻ്റെ മുകളിലെ കണ്ണു പോകുള്ളൂ. പിന്നെ വാശി കൊണ്ട് വാങ്ങി കൊടുക്കാണ്ട് നിൽക്കാനും പറ്റൂല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് കുറച്ച് കൊറിയർ കൂടി വന്നിട്ടുണ്ടായിന്. എന്ന ഉടനെ ഒട്ടും ക്ഷമയില്ലാണ്ട് ഞാൻ ആ ഒരു കൊറിയർ പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടായിന്. ഞാൻ ന്യൂ ബോൺസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള 3 types ഓഫ് ബേബി ബ്ലാങ്കറ്റ്സ് ആണ് കാണിച്ചു തരുന്നത്. നമ്മൾ ന്യൂ ബോൺസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 3 ടൈപ്പുള്ള ബ്ലാങ്കറ്റ്സ് എന്തായാലും കീപ്പ് ചെയ്ത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു സ്വാഡിലാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആൻഡ് നല്ല ക്വാളിറ്റി മസ്ലിനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ആൻഡ് ദി സെക്കൻഡ് വൺ കുറച്ച് നല്ല എന്താ പറയുക ബേബി ബ്ലാങ്കറ്റ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ജസ്റ്റ് 300 സംതിങ്ങിനാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കൊടുത്ത റേറ്റിൽ നല്ല വർത്താണ്. ആൻഡ് ഇത്ര അടിപൊളി ക്വാളിറ്റിയിൽ ഇത്രയും റേറ്റ് കുറവിൽ നിങ്ങൾക്ക് ഇത് വേറെ എവിടെ നിന്ന് കിട്ടില്ല. ആൻഡ് ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഗ്രേയും വൈറ്റും ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദി ലാസ്റ്റ് വൺ വിത്ത് ക്യാപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു ബേബി ബ്ലാങ്കറ്റ് ആണ്. പുറത്തെല്ലാം പോകുമ്പോൾ ബേബീസിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. ആൻഡ് നല്ല ക്വാളിറ്റി, ജസ്റ്റ് 300 or 400 സംതിങ് റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലിങ്കിനായിട്ട് ഫോളോ ചെയ്തിട്ട് ലിങ്ക് കമൻറ്റ് ചെയ്താൽ മതി.